അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള രാമവിഗ്രഹം ഇന്ന് ഗർഭഗൃഹത്തിൽ എത്തിക്കും. ക്ഷേത്രത്തിന്റെ വാസ്തുപൂജയും ഇന്നാണ്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അയോധ്യയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അയോധ്യയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഗോപികയാണ് തീർച്ചയായിട്ടും. ഈ രാംലല്ല ഇന്നലെ ക്ഷേത്രത്തിൽ എത്തിച്ച സാഹചര്യത്തിലാണ് ഈ സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. CRPF ആണ് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ അയോധ്യ ഈ ക്ഷേത്ര പരിസരത്ത് നിർവഹിക്കുന്നത്. അവരാണ് കൂടുതൽ സൈനികര് അവരുടെ കൂടുതൽ സേനാംഗങ്ങളെ വിന്യസിച്ചുകൊണ്ട് സുരക്ഷ കർശനമാക്കിയിരിക്കുന്നത്. ഇന്ന് അയോധ്യയിൽ നടക്കുന്ന ചടങ്ങുകൾ ഈ രാംലല്ല എത്തിച്ചതിന് ശേഷമുള്ള ആദ്യ ദിവസത്തെ ചടങ്ങുകൾ എന്ന രീതിയിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിൽ ഈ പൂജകൾ തുടങ്ങുന്നത് ഗണേശ പൂജയുടെ ആണ്. ഏതാണ്ട് 1000-ലധികം സന്യാസി വര്യന്മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് അത്. അവിടേക്കാർക്കും ഈ പൊതുജനങ്ങൾക്കാർക്കും പ്രവേശനം ഇല്ല. ക്ഷേത്രത്തിന്റെ വാസ്തുപൂജയും ഇന്ന് തുടർന്ന് നടക്കുന്നുണ്ട്. അതിനുശേഷം അംബിക, വരുണ, മാതൃക പൂജകൾ, അങ്ങനെ നിരവധി പൂജകൾ ഇന്ന് നടക്കും. ഈ രാംലല്ല ഇന്നലെ ക്ഷേത്രത്തിൽ എത്തിച്ച രാംലല്ല ഗർഭഗൃഹത്തിലേക്ക് മാറ്റുന്നതടക്കമുള്ള ചടങ്ങുകളും ഇന്ന് ഉണ്ടാകും. അങ്ങനെ വലിയ പൂജാ ചടങ്ങുകൾ നടക്കുന്ന ഒരു ദിവസമായിട്ട് മാറുകയാണ് ഈ 5 ദിവസത്തെ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൂജാ ചടങ്ങുകൾ നടക്കുന്ന ദിവസം എന്ന രീതിയിൽ ഇന്ന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അത് സംസ്ഥാന പോലീസിന്റെ അധികാരികളടക്കം ഇന്ന് ഉന്നതാധികാരികളടക്കം ഇവിടേക്ക് ഒരു യോഗം CRPF-ഉമായിട്ട് നടക്കുന്നുണ്ട്. അതും ഇന്ന് നടക്കും. ഗോപി, അയോധ്യ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം ഇന്ന് ഗർഭഗൃഹത്തിൽ എത്തിക്കും. ഇന്ന് പ്രത്യേക തരത്തിലുള്ള പൂജകൾ അവിടെ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ സുരക്ഷയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അയോധ്യയിൽ നിന്ന് ആർ രാധാകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.